നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ടിൻറ്റൂസ് ലൈഫിന്റെ ഒരു പുതുപുത്തൻ കുക്കിംഗ് വീഡിയോ സെഗ്മെന്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ക്യാബേജ് കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിനാവശ്യമായിട്ട് നമ്മളൊരു ക്യാബേജ് ഓൾറെഡി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാബേജ് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ക്യാബേജിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ സെൻട്രലിൽ കൂടെ നമ്മൾ അതിനെ ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്നും നമുക്ക് ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇതിൽ നിന്നും ഉള്ള ആ ഒരു ബോട്ടം പോർഷൻ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് അൺനെസസറി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ ഇലകളായിട്ട് നമ്മൾ ഇതിൽ നിന്നും അടർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം വളരെ കെയർഫുള്ളായിട്ട് നമുക്ക് ഓരോ ഇലകളായിട്ട് നമുക്ക് ഇതിൽ നിന്നും അടർത്തിയെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇല അടർത്തി എടുക്കണമെങ്കിൽ നമ്മളുടെ ഈ സെൻറ്റർ പോർഷൻ ആയിട്ടുള്ള ആ ഒരു അൺനെസസറി ആയിട്ടുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മളുടെ ഇലകൾ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ അടർത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഫുൾ ക്യാബേജിന് നമ്മളിങ്ങനെ തുറന്നെടുക്കും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഇല എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഈ സെൻറ്റർ പോർഷൻ നിങ്ങൾ കണ്ടില്ലേ, അത് ഒത്തിരി വാട്ടറി കണ്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളത് നമ്മളുടെ തോരനിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെള്ളം ഉള്ളതുപോലെ ഇരിക്കും. അപ്പോൾ ആ ഒരു കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു തടിയുള്ള ആ ഒരു കട്ടിയുള്ള പോർഷൻ നമ്മളത് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മളുടെ വേസ്റ്റ് പോർഷനാണ്, അൺനെസസറി ആയിട്ടുള്ള പോർഷനാണ്. അത് നമ്മളുടെ കറിയുടെ ടേസ്റ്റ് കളയുന്ന ഒന്നാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കനം കുറഞ്ഞിട്ടുള്ള ആ ഒരു ഇലയുടെ പോർഷൻസ് ജസ്റ്റ് ഒന്ന് റോള് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം കട്ടി കുറച്ച് അരിയാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ക്യാബേജ് നല്ല കനം കുറഞ്ഞ രീതിയിൽ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനെ വീണ്ടും കനം കുറയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു രീതിയിലൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ ഫുൾ ക്യാബേജിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചിലപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കനം കുറഞ്ഞിട്ട് നമ്മളുടെ ക്യാബേജ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓണക്കാലം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമാണ് നമ്മൾ ഈ ക്യാബേജ് തോരൻ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ക്യാബേജിലേക്ക് ഒരു സവോളയും അതേപോലെ തന്നെ 3 പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ചേർത്തും ചേർക്കാതെയൊക്കെ നമുക്ക് ക്യാബേജ് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി എല്ലാം യോജിപ്പിക്കുക. ഇത്തരത്തിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മുളകിൻ്റെയും അതേപോലെ തന്നെ കറിവേപ്പിലയുടെയും സവാളയുടെയും ഒക്കെ സത്ത് നമ്മുടെ ക്യാബേജുമായിട്ടങ്ങ് മിക്സ് ആവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ക്യാബേജും. ഇനി നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാബേജ് നന്നായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം എല്ലാവർക്കും ഈ ഒരു ക്യാബേജ് തോരൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.